ഇന്ദദ്ഹു എന്നുള്ളയോ പറഞ്ഞപ്പം ഉസ്താദ് എന്താ പറഞ്ഞ അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയല്ല, അത് ഷഹാദത്ത് കലിമ അല്ലാത്ത മക്കാ മുശ്രിക്കുകൾക്ക് ബാധകമെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുവല്ലേ ഉസ്താദ് ചെയ്തത്. അന്നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബാധകം അല്ലെങ്കിൽ അങ്ങനെ തെളിവുണ്ടെങ്കിൽ നിങ്ങളുടെ ആയത്തോത് ഞാൻ പ്രസ്ഥാനം വിട്ടിങ്ങളോട് പോരാ എന്ന് വരെ ഞാൻ പറഞ്ഞത് എന്തിനാ? എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടാണ്. ഇൻ തദ്ഹുവും അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ചാലും ഓ മുശ്രിക്കാണ്, ഓന് രക്ഷയില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. അല്ലെന്ന് സ്ഥാപിക്കണ്ടെങ്കിൽ ഒരായത്തോടും നിങ്ങളെ ഓതി ആയത്തിൽ അങ്ങനെ വേണ്ടേ? സ്ഥാപിക്കേണ്ടതുള്ളൂ. ആ ഓതി ആയത്തിൽ അങ്ങനെ വേണ്ടേ? നിങ്ങൾ പറയാ ഞാൻ പറയാ ഇയാള് മുശ്രിക്കാണ് എന്നാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാല് എന്താ വേറെ വല്ല സ്ഥലത്തല്ലേ ചികിത്സിക്കേണ്ടത്? എന്നിട്ട് പറയാ ഇയാള് കാഫിറാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അത് എവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ മൂപ്പർ ചോദിക്കുക, അല്ല ഞാൻ പറയാ അല്ല അതിന് എതിലുള്ള ഒരു ആയത്തുകൾ സ്ഥാപിക്കി. എന്താ ഈ പറയുന്നത്? ഇതൊക്കെ ആരോടാ പറയണത്? ഞാൻ പറഞ്ഞിട്ട് ഇയാൾ കാഫിറാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണോ? എന്ത് പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞ് ആയത്തിൽ എന്തോ അർത്ഥം മുഫസ്സിറുകൾ പറഞ്ഞതിന് വിശദീകരിക്കണം. ആ ആയത്തിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിലല്ലേ ഞാൻ അതിന് മറുപടി പറയേണ്ടതുള്ളൂ. ഇല്ലാത്ത ആയത്തിന് മറുപടി പറയേണ്ടതുണ്ടോ? നിങ്ങൾ ഈ കഥ ഇല്ലാതെ ചോദിക്കരുത്. ഞാൻ വളരെ വ്യക്തമായിട്ടാ പറയുന്നത്. വളരെ വ്യക്തമായിട്ടാ ചോദിക്കുന്നത് തോന്നും. ഈ ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ആരും പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരും പ്രാർത്ഥന കേൾക്കില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. കേൾക്കുമെന്ന് സ്ഥാപിക്കേണ്ടത് ഉസ്താദിന്റെ ബാധ്യതയാണ്. അതല്ല, നിങ്ങൾ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങളെ ഈ ആയത്തിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ ഈ ആയത്ത് ഓതിയിട്ടാണല്ലോ പറഞ്ഞത്. ഇൻതദ്ഉഹുംന്നില്ലേ സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഓതിയിട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഈ ആയത്തിൽ അങ്ങനെ വേണ്ടേ? എന്നാലല്ലേ ഞങ്ങൾക്ക് സ്ഥാപിക്കേണ്ടതുള്ളൂ. ഈ ആയത്തിൽ നിങ്ങളാ പറഞ്ഞ കളവാണ്. ഈ ആയത്തിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. പിന്നെ നിങ്ങൾ വേറെ കേൾക്കൂലേ? അത് നിങ്ങൾ വേറെ ചോദിച്ചോളി. ഞാൻ ബുഖാരി മുസ്ലിം ഉദ്ദേശിച്ച് മറുപടി പറയും. പക്ഷെ ഇപ്പൊ പ്രശ്നം അതല്ല. നിങ്ങൾ ഒരു ആയത്ത് ഓതി, എന്നിട്ട് ആ ആയത്ത് ഓതിയിട്ട് തനിച്ച ദുർവ്യാഖ്യാനം ഖുർആന്റെ പേരിൽ കളവ് നിങ്ങൾ പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കൂല, ഞങ്ങൾ അംഗീകരിക്കൂല. അത് ശരിയല്ല. ഈ ജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, പഠിക്കണം. എന്നിട്ട് നിങ്ങൾ അടുത്ത് ചോദിച്ചോളി. ഞാൻ ഇഷ്ടംപോലെ പറയും. അള്ളാഹു ആണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത് കളവ് പറയുന്നവർക്ക് ചില ആളുകൾക്ക് തോന്നും ഞാൻ പറഞ്ഞത് കളവല്ല, സത്യമാണ്. കളവ് പറയാൻ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് മാത്രം കളവ് കളവാകാതിരിക്കുവോ? ഞാൻ പറയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇത് മനുഷ്യരാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് മരമല്ല, മനുഷ്യനാകുന്നു പറഞ്ഞാൽ അള്ളാഹിനെ പിടിച്ചാ പറഞ്ഞത് എന്നതുകൊണ്ട് ഇത് കളവാകാതിരിക്കൂലല്ലോ. ഞാൻ പറഞ്ഞ കളവല്ലേ എന്നതുപോലെ നിങ്ങൾ പറഞ്ഞ ശുദ്ധ കളവാണ്. വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി. ഈ ആയത്തിൽ അങ്ങനെ ഒരു അർത്ഥം ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ പറഞ്ഞ ശുദ്ധ കളവാണ്, പച്ച മലയാളത്തിലുള്ള കളവാണ്. അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആയത്ത് ഓതിയിട്ട് ഖുർആൻ പണ്ഡിതരുടെ അർത്ഥം പറഞ്ഞു. അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ലെന്നോ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ലെന്നോ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരാളും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ സ്ഥാപിക്കി. നിങ്ങൾ എന്തെങ്കിലും പറയാ, എന്നിട്ട് വല്ലാഹി വല്ലാഹി തന്നാല് ആ കാലൊക്കെ പേടിച്ചു. മുജാഹിദിന്റെ വല്ലാഹി. അപ്പൊ എല്ലാവർക്കും അതിന് വിശ്വാസം പൊഴിഞ്ഞിരിക്കണം. പഴയ കാലത്തൊക്കെ അള്ളാഹിനെ പഠിച്ച് സത്യം ചെയ്യുമ്പോൾ മോമിനുകൾ വിളിച്ച് സത്യം ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ മുജാഹിദുകൾ വിളിച്ച് സത്യം ചെയ്യുമ്പോൾ അതിൽ ആർക്കും ഒരു ബേജാറും ഇല്ല. അത് കളവാന്ന് നേരത്തെ അറിയാം. കാരണം മുജാഹിദ് പ്രസ്ഥാനം തന്നെ കളവ് പറയൽ മത്സരം നടന്ന പ്രസ്ഥാനമാണല്ലോ, നിങ്ങൾക്കും അറിയാലോ അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊന്നും ആർക്കും വിശ്വാസമില്ല. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. വേറെ ജനങ്ങളെ വട്ടം കറക്കരുത്. ഇത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, ഇല്ലെങ്കിൽ ഇല്ലാതെ മതി. നിങ്ങൾക്ക് ബേജാറില്ല. അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് തഫ്സീർ നിങ്ങൾ പറഞ്ഞോളി, ചോദിച്ചോളി, ഞാൻ തരാം. ഇന്ന തഫ്സീറിലുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞോളി. ഇല്ലാതെ അള്ളാഹിന്റെ ഖുർആൻ ഓതുക, എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് വിളിച്ചു പറയും, അത് നടക്കൂല. അത് രസമല്ലല്ലോ. അത് ഖുർആൻ പറഞ്ഞതിന് എതിരാണ്. ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തവൻ നരകത്തിൽ അവന്റെ പാർപ്പിടം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് രണ്ടാണെന്ന് പറഞ്ഞിട്ട് അടുത്ത ചോദിച്ചോളി, എന്തും ചോദിക്കാം. ഇത് മാത്രം ഇത് പറഞ്ഞ വേറെ വഴല് പറയണ്ട. നിങ്ങൾക്ക് കുറെ പറയാൻ, നിങ്ങൾ ചില്ലറക്കാരനല്ലാന്ന് എനിക്കറിയാം, ഞങ്ങൾക്കും അറിയും. ഞങ്ങൾ വെറുതെ അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്, ഇതൊക്കെ പറയാൻ അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ കുറെ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഖുർആനിന്റെ ഈ ആയത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ പ്രശ്നം തീർന്നില്ലേ? കൊടുക്കി മറുപടി പറയാണ്ടെങ്കിൽ പറഞ്ഞാൽ ഇത് വഴല് പറയുന്നത് ആളുകളെ